ഹായ് കൂട്ടുകാരെ, സൈക്കോ സെഷൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊരു ഹണ്ടിങ് വീഡിയോ എടുത്ത സമയത്ത് ഞങ്ങളൊരു ചെടി അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട സമയത്ത് കുറേ കൂട്ടുകാർ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിരുന്നു, ആ ചെടി ദോഷമാണ്, വീട്ടിൽ വളർത്താനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ കമൻറ്റ് ചെയ്തായിരുന്നു. അത് എത്ര പേർക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചെടി ഏതാണ് നമുക്ക് പോയി കണ്ടാലോ. അപ്പം നിങ്ങൾ ഈ കാണുന്ന റോഡ് ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന് ഫ്രണ്ടിൽ ഒരു വിളയുണ്ട് കേട്ടോ, ഒരു തോട്ടമുണ്ട്. ആ വിളയിലാണ് ഞാൻ പറഞ്ഞ ഈ ചെടി ഇഷ്ടംപോലെ കിടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ റോഡേ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാവരെയും കണ്ട് ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഇതോ നിൽക്കുന്ന ആ ചെടി. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ മുൻപിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വാവച്ചി ഇഴഞ്ഞൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഞാനൊന്ന് ചാടട്ടെ കേട്ടോ. ചെടി ഇത് ഒരുപാട് പേര് റോഡേ പോയപ്പോൾ നടത്താൻ കൊള്ളാമോ എന്ന് ചോദിച്ചത്. ഈ കാണുന്ന ചെടിയുടെ പേരാണ് ഡീഫൻ ബാച്ചിയയുടെ ഇവിടെ രണ്ട് വെറൈറ്റി ഉണ്ട്. ഇത് ഈ കാണുന്ന ഇത് ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ അതും നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് എടുത്തു തരാം. ഇത് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇത് രണ്ടും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഐറ്റം, ഇത് ഇവിടെ രണ്ട് ഐറ്റമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് സംസാരിക്കാം അല്ലേ. ഈ ചെടി ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് കേട്ടോ. മീഷോയിലൊക്കെ കിട്ടും കേട്ടോ, മീഷോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു എടുത്തത് കേട്ടോ. ഹണ്ടിങ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇത് ഒന്ന് എടുക്കാൻ കാരണം അതാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടു പരിസരത്തോ പറമ്പിലോ ഒക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വളർത്തു മൃഗങ്ങൾ കന്നുകാലികളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അഴിച്ചു കെട്ടുന്നത് വിളയിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ അവയെ കൊണ്ട് കെട്ടുമ്പോൾ ഈ ചെടി ഉണ്ടെങ്കിൽ അവ അത് കഴിക്കാതെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വിഷാംശമുള്ളത് കാരണം കന്നുകാലികളുടെ ഉള്ളിൽ അത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ പുല്ലൊക്കെ പറിക്കാനും അങ്ങനെയൊക്കെ പോകുമ്പോഴും ഇതുണ്ടെങ്കിലും പുല്ല് പറിക്കുന്നതിൻ്റെ കൂട്ടത്തൊന്നും ഇത് ആകാതെയും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ വീട്ടിലാണ് വളർത്തുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കാണുമല്ലോ, അവർ കളിക്കാനൊക്കെ ഇലയോ മറ്റോ പറിക്കുമ്പോൾ ഇതൊന്നും അവർ പറിക്കാതെയും അവരുടെ ഉള്ളിലൊന്നും ഇതിൻ്റെ ഇലയോ ഇതിൻ്റെ ഒരു കറ പോലെ ഉണ്ടല്ലോ അതൊന്നും പോകാതെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കമൻറ്റിൽ വന്ന കമൻറ്റ് വായിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞത്. ആ കമൻറ്റ് ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും വിഷാംശമുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇത് എല്ലാവരും മിക്ക ആളുകളും വീട്ടിൽ വളർത്തുന്നുണ്ട്. വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ ചെടി നമ്മൾ അത് പരിപാലിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കൈയുറയോ അല്ലെങ്കിൽ നല്ല ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം സോപ്പിട്ട് നല്ല രീതിയിൽ കഴുകുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലയുടെ തണ്ടിൻ്റെ ആ ചാറൊന്നും നമ്മളെ കയ്യിലൊന്നും ആവാൻ പാടില്ല, നമ്മുടെ ഉള്ളിൽ പോകാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ മറ്റു പേരുകളുണ്ട്. ഇതിന് ലെപ്പേർഡ് ലില്ലി എന്നും പിന്നെ ഡംബ് കെയിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. ഇത് 15 വെറൈറ്റികൾ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഡീഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഈ ചെടിക്ക് 15 വെറൈറ്റികൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ 2 വെറൈറ്റി ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മളെ വീട്ടിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് കൂടാതെ പിന്നെ 12 വെറൈറ്റീസ് ഉണ്ട് പുറത്ത്, നമ്മൾ ഇപ്പോഴും ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ അരസി കുടുംബത്തിൽ വരുന്ന ഒരു ഉഷ്ണമേഖല പൂച്ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ അലങ്കാര സസ്യങ്ങളായിട്ട് ഏകദേശം നമ്മുടെ എല്ലാ പുറം രാജ്യങ്ങളിലൊക്കെ ഇത് അലങ്കാര സസ്യങ്ങളായിട്ട് നല്ല രീതിയിൽ ഇപ്പോഴും വ്യാപകമായി കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഉഷ്ണമേഖല ദ്വീപുകളിലും ഇത് വളർത്തിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് അതിൻ്റേതായ ഒരു ഭംഗിയുള്ളത് കാരണം ഏകദേശമുള്ള എല്ലാവരും ഇത് കൃഷി ആയിട്ടും ചെയ്തു വരുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമുക്ക് ഇതിനൊരു വട്ടപ്പേരുണ്ട് കേട്ടോ. അമ്മായിയമ്മയുടെ നാവ് എന്നാണ് സാധാരണ രീതിയിൽ ഇതിനെ വട്ടപ്പേരിട്ട് നമ്മുടെ പൂച്ചെടികളെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റുകളെ സ്നേഹിക്കുന്ന ആൾക്കാർ വിളിക്കുന്നത് കേട്ടോ. ഇത് ഒരു വിഷബാധയുള്ള ചെടിയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് റാഫൈഡുകളുടെ വിഷബാധയാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇത് താൽക്കാലികമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണമാകും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉള്ളിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ചെറിയ കംപ്ലൈൻ്റ് അല്ല, വലിയ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിന് വിഷമുണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.
വിയന്നയിലെ ബോട്ടാണിക്കൽ ഗാർഡൻസിലെ ഡയറക്ടർ ഹെൻറിച്ച് വിൽഹെയിം ഷോട്ട് തൻ്റെ പ്രധാന തോട്ടക്കാരനായ ജോസഫ് ഡീഫൻബാച്ചിനെ 1790-63 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് കേട്ടോ ഈ ഡീഫൻബാച്ചി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഈ ചെടിക്ക് ഡീഫൻബാച്ചിയ എന്ന് പേര് കൊടുത്തത്. ഇതാണ് ഡീഫൻബാച്ചിയയുടെ മറ്റൊരു വെറൈറ്റി കേട്ടോ. ഇതും ഞങ്ങൾ ആ വിളയിൽ തന്നെ കണ്ടതാണ് കേട്ടോ. പച്ച ഇലയിൽ പുള്ളി കണക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്നതാണ്. 5 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയിൽ മീത ശീതോഷ്ണ പ്രദേശങ്ങളിൽ ഡീഫൻബാച്ചിയെ വീടിനുള്ളിൽ വളർത്തണം കേട്ടോ. അതാണ് നമ്മുടെ കൃഷി രീതി. അവയ്ക്ക് വെളിച്ചം ആവശ്യമാണ്, പക്ഷേ ജനാലയിലൂടെ ഫിൽട്ടർ ചെയ്ത സൂര്യപ്രകാശം സാധാരണയായി മതിയാകും. മിതമായ ഈർപ്പമുള്ള മണ്ണും അവയ്ക്ക് ആവശ്യമാണ് കേട്ടോ. വീട്ടുചെടികൾക്ക് അനുയോജ്യമായ വളം ഉപയോഗിച്ച് പതിവായി വളപ്രയോഗം നടത്തണം. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. ഇലകൾ ഇടയ്ക്കിടെ ചുരുണ്ട് കൂടിയ പുതിയ ഇലകൾക്ക് വഴിയൊരുക്കും കേട്ടോ. ഇലകൾ മഞ്ഞളിക്കുന്നത് പൊതുവെ പ്രശ്നകരമായ അവസ്ഥകളുടെ ലക്ഷണമായാണ് സാധാരണ കാണുന്നത്. ഉദാഹരണത്തിന് മണ്ണിലെ പോഷകക്കുറവ്. പിന്നെ ഡീഫൻബാച്ചി ചൂടുള്ള താപനിലയോടും വരണ്ട കാലാവസ്ഥയോടും നന്നായി പ്രതികരിക്കുന്നു. ഡീഫൻബാച്ചിക്ക് ഇടത്തരം സൂര്യപ്രകാശം, മിതമായ വരണ്ട മണ്ണ്, ശരാശരി വീട്ടു താപനില 62 മുതൽ 80 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിവയാണ് ഇഷ്ടം. നമ്മൾ വീട്ടിലാണ് ഈ ചെടി വളർത്തുന്നതെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വെള്ളം ഈ ചെടിക്ക് അത്യാവശ്യമാണ്. നല്ല രീതിയിൽ ആഴ്ചയിൽ 2 തവണ നനയ്ക്കണം. അത് നമ്മുടെ ഇതിൻ്റെ വേരിന് ഈർപ്പം നിൽക്കുന്നത് ഈ ചെടിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഡീഫൻബാച്ചിയ സെഗുയിൽ ഉഷ്ണമേഖല മഴക്കാടുകളിൽ നിന്നാണ് വരുന്നതെന്നതിനാൽ അതിൻ്റെ വേരുകൾ ഈർപ്പം ഉണ്ടായിരിക്കണമെന്നുള്ളത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഇത് എല്ലായ്പ്പോഴും വളർന്ന് ഇതിന് സ്ഥിരമായ വെള്ളം ആവശ്യമാണ്, പക്ഷെ നന്നായി വായുസഞ്ചാരമുള്ള അയഞ്ഞ മണ്ണുമാണ്. ഡീഫൻബാച്ചിയയ്ക്ക് വിഷാംശമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഡീഫൻബാച്ചിയ സസ്യത്തിൻ്റെ കോശങ്ങളിൽ റാഫൈഡുകൾ എന്നറിയപ്പെടുന്ന സൂചി ആകൃതിയിലുള്ള കാൽസ്യം ഓക്സലേറ്റ് പരലുകൾ അടങ്ങിയിരിക്കുന്നു കേട്ടോ. ഒരു ഇല ചവച്ചാൽ ഈ പരലുകൾ താൽക്കാലികമായി കത്തുന്ന സംവേദനത്തിലും എറിത്തമയ്ക്കും കാരണമാകും. അപൂർവ സന്ദർഭങ്ങളിൽ ചെടിയുമായി സമ്പർക്കത്തിൽ വരുന്ന കലകളുടെ എഡീമ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാസ്റ്റിക്കേഷനും കഴിക്കലും സാധാരണയായി നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കുട്ടികളിലും വളർത്തുമൃഗങ്ങളിലും ഡീഫൻബാച്ചിയയുമായുള്ള സമ്പർക്കം സാധാരണ ചവയ്ക്കുന്നതിലൂടെയാണ് കേട്ടോ. നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉമിനീര്, ഇതിൻ്റെ ആ നീര് പോകുന്നതിലൂടെ തീവ്രമായ മരവിപ്പ്, വാക്കാലുള്ള പ്രകോപനം, അമിതമായ ഉമിനീർ, പ്രാദേശിക വീക്കം എന്നിവ ഉൾപ്പെടെ നിരവധി അസുഖകരമായ ലക്ഷണങ്ങൾ കാരണമാകും. ഞങ്ങൾ അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അതൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചെടി നശിപ്പിച്ച് കളയാനൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊരു കെയർ കൊടുത്ത് നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഈ ചെടിയുടെ അടുത്തൊന്ന് പെരുമാറാൻ എന്നത് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾക്കിതൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളിത് അറിഞ്ഞത്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണല്ലോ, അപ്പോൾ ഇത് കൊണ്ട് നടാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളും പറഞ്ഞായിരുന്നു അതെ, ഇത് ഓൺലൈനിൽ നല്ല റേറ്റിൽ ഉള്ള ചെടിയാണ്, അപ്പോൾ ഇത് നടാനിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് കേട്ടോ അന്ന് ഞങ്ങൾ പറഞ്ഞത്. അന്ന് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞങ്ങളെപ്പോലെ അറിയാത്തവർ കാണുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോഴൊക്കെ എല്ലാവരും ഉറപ്പായിട്ടും ഇത് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പരിസരത്തുമൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.